അശോക് വന്നിരിക്കുകയാണ്. അശോക് തന്നെയല്ലേ പേര്? ആരാ കൂടെ വന്നിരിക്കുന്നത്? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ജിജി. അപ്പൂപ്പന്റെ പേരെന്താണ്? ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. അപ്പൂപ്പൻ എന്തെന്നാ മോനെ വിളിക്കണേ? നിങ്ങൾ തമ്മിൽ മിണ്ടാറില്ല? സംസാരിക്കാറില്ല? എന്താ കാര്യം? അമ്മയില്ലേ നോക്കിയപ്പോഴത്തേനും ഇല്ലേ അപ്പൂപ്പൻ അപ്പോഴേ ക്യാൻസലായി. അപ്പൂപ്പന് പിണങ്ങുപോയി. ഓ, അപ്പൊ പിണക്കോയി. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങും. നമ്മളുമായിട്ട് അങ്ങനെ യോജിച്ചു പോവില്ല. ഇല്ല. മോനെന്താണ് ഇഷ്ടം ശരിക്കും? യോജിച്ചു പോകണം. അങ്ങനെ ഇങ്ങനെ ആയാല് ഇങ്ങനൊരു വിധി ഉണ്ടാകത്തില്ലൊരു കേസ് വരും. വിധിയെടുക്കാൻ വലിയ ഓഫീസർക്ക് പോലും കഴിയില്ല. കാരണം നമ്മൾ യോജിച്ചു പോകണം. കാരണം അപ്പൂപ്പൻ്റെതായ വഴിക്ക് നിന്നിട്ട് പോയിട്ട് കാര്യമില്ല. അത് ജീവിതത്തിനൊരു വിജയം ഉണ്ടാവില്ല. വിധി മഹാമോശമായിരിക്കും അല്ലേ? രാവിലെ എണ്ണീറ്റ് ആൾക്കോള് പിടിച്ചിട്ട് വന്നിട്ട് നിൽക്കും അപ്പൂപ്പൻ. രാവിലെ എഴുന്നേറ്റ് ഉടനെ ആൽക്കഹോളും കുടിച്ച് വന്ന് അങ്ങനെ നിൽക്കുക. എവിടെ? വീട്ടില്? അപ്പൂപ്പൻ എത്ര പെങ്കടിക്കും? എത്ര കഴിക്കും? ഒരു 10 എണ്ണം കഴിച്ചിട്ടുണ്ട്. ബഹളം ഉണ്ടാക്കുക? ബഹളം ഉണ്ടാവും. എന്നൊക്കെ പറയും. വീട്ടിൽ വന്ന് ദേഷ്യപ്പെടും. വാർത്തയൊക്കെ കേൾക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ? അമ്മയ്ക്ക് എന്താ ജോലി? അമ്മയ്ക്ക് അഡ്വക്കേറ്റ്. എവിടെ? ഹൈക്കോടതിയിൽ. അത് ശരി. കേസുകൾ വല്ലതും കിട്ടാറുണ്ട് നമുക്ക്? കക്ഷികളുടെ ബഹളവാ വീട്ടിൽ. ഏത്? തോറ്റു പോയിട്ട് കക്ഷികളുടെ ബഹളവാ. എല്ലാ കേസിന്റെ ഫയല് കക്ഷികൾ എടുക്കും. അന്നേരം അമ്മ പക്ഷേ ഇത് ഫയല് പിടിച്ചിങ്ങനെ കീറും. അന്നേരം എന്നാ കേസ് നടക്കണം. അത് ശരി. അല്ലാണ്ട് മറ്റേ അമ്മനെ കാണാൻ തന്നെ കക്ഷികളുടെ തിരക്കല്ല. ഏതെങ്കിലും കേസ് ജയിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും അമ്മേനെ നോക്കുമ്പോ കാണാനില്ല. എന്നിട്ട് കക്ഷികൾ അമ്മയുടെ മേത്ത് പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നു. അന്നേരം വന്ന കക്ഷികൾ അമ്മയുടെ മേത്ത് പെയിന്റ് അടിച്ച് വെച്ചേക്കണേ. എന്നിട്ട് അപ്പൂപ്പൻ അമ്മയുടെ തലയിൽ കല്ലെറിഞ്ഞു. അപ്പൂപ്പൻ അമ്മയുടെ തലയിൽ കല്ലെറിഞ്ഞു. അമ്മ കേസ് വല്ലതും ജയിച്ചിട്ടുണ്ടോ? ഒന്നും ജയിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു കേസും ജയിച്ചിട്ടില്ല. എല്ലാ കേസും തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കക്ഷികളുടെ ബഹളമാണ് വീട്ടിൽ നടക്കുന്നത്. എന്നിട്ട് തോറ്റുപോയി ഇങ്ങനെ ബഹളം വന്നേ. എന്നിട്ട് വീട് മൊത്തം ക്ലീൻ അല്ല. എല്ലാ കേസ് വീട്ടിൽ തറ മൊത്തം. നിനക്ക് പൈസ വല്ലതും കിട്ടണ്ട? പൈസ ഒന്നും കിട്ടുന്നില്ല. തോറ്റുപോയി. കേസൊക്കെ തോറ്റുപോയി. പിന്നെ പൈസ എവിടെ കിട്ടാനോ? ഉള്ള പൈസ മേടിച്ചോണ്ട് പോയി. മോന് പഠിച്ച ആരാകണമെന്ന് ആഗ്രഹം? രാഷ്ട്രീയത്തിൽ പോകും. രാഷ്ട്രീയക്കാരനാണ് ഇഷ്ടം? ഏത് രാഷ്ട്രീയക്കാരനാകണം? പ്രൈം മിനിസ്റ്റർ ആകുമെന്നാ പറഞ്ഞത്. എനിക്കൊരു പ്രസംഗിക്കാനുണ്ടായി. ഒന്ന് പറഞ്ഞു ഞാൻ കേൾക്കട്ടെ. ഉത്തരാഖണ്ഡിൽ ആര്യങ്ങൾ മരിച്ചു വീണു. ആര്യങ്ങൾ ജീവന് വേണ്ടി പിടയുന്നു. കേരളത്തിൽ സോളാർ വിവാഹം തിളയ്ക്കുന്നു. എല്ലായിടത്തും വെള്ളമുണ്ട്. കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല. നമസ്തയിലാണ് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. രാമരാജ്യം. ജാതിമത വർണ്ണാവ വേദനകളില്ലാതെ പ്രധാനമന്ത്രിയാവുക. അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് എൻ്റെ സ്വപ്നം.